യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ആഷ്മി പേടിച്ചു പോയോ? ശാന്തരാത്രി തിരുരാത്രി ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ പറയാവുന്നതായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം എന്ന് വേണമെങ്കിലും പറയാമായിരുന്നു. നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് പോരല്ലോ. നമ്മൾ മൂന്ന് ആൾക്കാരെ പറയും. അപ്പൊ വിജയൻ ഇങ്ങനെ ഒറ്റത്തടി പോലെ നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഗണേഷ് കുമാർ എന്താ പറഞ്ഞേ? കല്യാണം നവവരൻ, മുംബൈയിലെ നവവരൻ. ശരിക്കും തോന്നുന്നുണ്ട് എനിക്ക് ആരാണ്ടെ കണ്ട് മറന്ന പോലെ കമന്റ് ബോക്സ് ആരോ പറഞ്ഞായിരുന്നു, അതായത് കല്യാണ മധ്യവയസ്കെന്ന്. ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ തള്ളാൻ തുടങ്ങി അവിടെ നിന്ന് ഒരാൾ ചീത്ത വിളിക്കുന്ന സാധ്യതയുണ്ട്. അപ്പൊ തൃശ്ശൂര് നമ്മുടെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ നമ്മളെ കാത്തിരിക്കുന്നു. നമസ്കാരം ശ്രീ ഔസേപ്പച്ചൻ. ഇന്ന് ഇപ്പോ ഈ രാത്രിയില്, ഈ ക്രിസ്മസ് രാത്രിയില് എന്താ പരിപാടി? എല്ലാ പ്രാവശ്യത്തെ പോലെ അടിച്ചു പൊളിക്കുക. നമുക്ക് വേറെ എന്താണ്, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ജീവിതത്തിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങളാണ്. ലോകമെമ്പാടും ആഘോഷിക്കുന്ന, ഒരു മതമോ ജാതിയോ വർണ്ണമോ ഒന്നുമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട്, ഇപ്പോൾ ക്രിസ്മസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. സ്നേഹം മനുഷ്യനായി മണ്ണിൽ പിറന്ന ദിനമാണത്. അപ്പോൾ ആ ദിനത്തിൽ നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കാനും അല്ലെങ്കിൽ സൗഹൃദം പങ്കിടുവാനാണ് ഈ ആഘോഷങ്ങളെല്ലാം തന്നെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അടിച്ചുപൊളിയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതാണ് അതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യമാണ്. എന്ത്? നമ്മൾ സ്നേഹിക്കുക, സ്നേഹമാണ് മുഖ്യം. അപ്പോൾ ആ സ്നേഹം നമ്മൾ എങ്ങനെ, സാധാരണ സ്നേഹമല്ല, നമ്മൾ നമ്മളെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ ആശയം അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ആഘോഷം മറക്കാതെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഇവിടെ നടത്തുന്നതിൽ എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഇപ്രാവശ്യത്തെ വളരെ സന്തോഷമുള്ള ഒരു ക്രിസ്മസാണ് പ്രത്യേകിച്ചിത്. കാരണം ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഫ്ലവേഴ്സ് ചാനലും പിന്നെ എൻ്റെ കൂടെ എഴുതിയ സുജ ജോർജ്, ഞങ്ങളൊരു പുതിയ ക്രിസ്മസ് ഗാനം ചെയ്തിട്ടുണ്ട്. അത് നാളെ റിലീസ് ചെയ്യുകയാണ് ഫ്ലവേഴ്സ് ചാനലിലൂടെ. അപ്പോൾ വളരെ മോഹിച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടുകളൊക്കെ നമ്മൾ ഇറക്കുമ്പോൾ അത് പുറമേ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ ഇറക്കുമ്പോൾ അതൊന്നും അങ്ങനെ വിചാരിച്ച പോലെ എല്ലാവരും കാണണമെന്നില്ല. എല്ലാം ബിസിയാണ്. സോഷ്യൽ മീഡിയയൊക്കെ എല്ലാവർക്കും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ നമ്മളുടെ പാട്ട് വരിക, അത് വരുന്നത് വെറുതെ ഒരു സാധാരണ പാട്ടിൻ്റെ ഒരു ഫങ്ഷൻ വേദിയായിട്ടല്ല, അതൊരു മഹാസംഗമം കൂടിയാകുമ്പോഴാണ്. അതായത് 2 റിയാലിറ്റി ഷോസ് ഫ്ലവേഴ്സിൻ്റെ 2 പ്രിസ്റ്റീജിയസ് ആയിട്ടുള്ള മ്യൂസിക്കൽ വൈബും ടോപ്പ് സിംഗറും പ്രസ്റ്റീജിയസ് ഒന്നിച്ചു വരുന്ന മഹാസംഗത്തമിലാണ് ഈ പാട്ട് വരുന്നത്. അതെ. അപ്പോൾ എന്തായാലും ആ പാട്ട് നാളെ 24-ലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. രാവിലെ എൻ്റെ കുറച്ച് ഭാഗം, മുഴുവൻ ഭാഗം ഫ്ലവേഴ്സിലായിരിക്കും സംപ്രേഷണം ചെയ്യുക. ഔദ്യോഗിക റിലീസ് എല്ലാം ഫ്ലവേഴ്സിലായിരിക്കും. തീർച്ചയായിട്ടും കാണും. അത് എല്ലാവിധ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ ഒരു നിലയവിദ്വാനെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ്. സാറിനെ വിഷ്വലി കണ്ടപ്പോഴേ ചോദിച്ചു, ഒരു പാട്ടില്ലേ ദേവദൂതർ പാടി, അപ്പോൾ ആ പാട്ട് ഒന്ന് അങ്ങേ കൊണ്ടൊന്ന് മൂളിക്കണം എന്ന് ഇവിടെ ഓരോരോ ആഗ്രഹങ്ങൾ വരിക കേട്ടോ. നിലയവിദ്വാന്റെ ആഗ്രഹം. സനൂപ് എന്ന് പറഞ്ഞിട്ടൊരു നിലയവിദ്വാനുണ്ട്, മഹാ അപകടകാരി. പുള്ളിക്കാരൻ പറഞ്ഞതാണ്. അതെയോ? എന്നെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചു. അത് കുഴപ്പമില്ല. കാര്യം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ ആര് പോയാലും പാട്ട് പഠിപ്പിക്കൂടെ. ഒരു അസുഖ. ഓ ശരി ശരി, ആയിക്കോട്ടെ. 2 ലൈൻ പാടാം. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ.
ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈയോ ജീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.